ഹലോ എവറി വൺ, റീസ്റ്റാർട്ട് PSC വിത്ത് മീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 PSC ചോദിച്ചിട്ടുള്ള കറണ്ട് അഫേഴ്സിലെ PYQs ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി ഇതിൻ്റെ പാർട്ട് 1 നമ്മളൊരു 16 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാർട്ട് 2 കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്? 2025 മെയ് 2, 2025 മെയ് 3, 2025 മെയ് 4, 2025 മെയ് 6. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്? ഓപ്ഷൻ എ 2025 മെയ് 2, ഓപ്ഷൻ ബി 2025 മെയ് 3, ഓപ്ഷൻ സി 2025 മെയ് 4, ഓപ്ഷൻ ഡി 2025 മെയ് 6. എന്നാണ്? ആൻസർ 2025 മെയ് 2 ആണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2. അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഔദ്യോഗിക നാമം എന്താണ്? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്, തിരുവനന്തപുരം. ഔദ്യോഗിക നാമം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്, തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര, നിയമസഭാ മണ്ഡലം കോവളം. താലൂക്ക് നെയ്യാറ്റിൻകര, നിയമസഭാ മണ്ഡലം കോവളം. വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന ആദ്യ കപ്പലാണ് ഷെൻഗുവ 15. വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന ആദ്യ കപ്പൽ ഷെൻഗുവ 15. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ. ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര, നിയമസഭാ മണ്ഡലം കോവളം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്? ഓപ്ഷൻ എ ഡൊണാൾഡ് ട്രംപ്, ഓപ്ഷൻ ബി കമല ഹാരിസ്, ഓപ്ഷൻ സി മൈക്ക് വാട്സ്, ഓപ്ഷൻ ഡി JD വാൻസ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ് ആണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് ആണ് 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ചത്. നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് ആണ് അമേരിക്കയിലെ പ്രസിഡന്റ്. അപ്പോൾ അമേരിക്കയിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് ആണ് 2025 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യ സന്ദർശിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം? ഓപ്ഷൻ എ ഗാന്ധിനഗർ, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി വാരണാസി, ഓപ്ഷൻ ഡി റായ്ബറേലി. നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏത്? ഗാന്ധിനഗർ ആണോ, വയനാടാണോ, വാരണാസി ആണോ, റായ്ബറേലി ആണോ? നമുക്കറിയാം അല്ലേ, വയനാട്ടിലെ MP ആരാണ്? പ്രിയങ്ക ഗാന്ധിയാണ്. വയനാട്ടിലെ MP പ്രിയങ്ക ഗാന്ധിയാണ്. റായ്ബറേലിയിലോ? രാഹുൽ ഗാന്ധി. റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധിയാണ്. പിന്നെ ഏതാണുള്ളത്? ഗാന്ധിനഗറും വാരണാസിയും. ഗാന്ധിനഗറിൽ ആരാണ്? അമിത് ഷായാണ്. ഗാന്ധിനഗറിലെ MP അമിത് ഷായാണ്. പിന്നെ ഏതാണുള്ളത്? വാരണാസി. അപ്പോൾ നരേന്ദ്രമോദിയുടെ ലോക്സഭാ മണ്ഡലം ഓപ്ഷൻ സി വാരണാസി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം വാരണാസിയാണ്. ഗാന്ധിനഗറിലെ MP ആരാണ്? അമിത് ഷായാണ്. വയനാട് നമുക്കറിയാം പ്രിയങ്ക ഗാന്ധിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി എവിടെയാണ്? റായ്ബറേലിയിലെ MP ആണ് രാഹുൽ ഗാന്ധി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഓപ്ഷൻ എ ഡോക്ടർ V നാരായണൻ, ഓപ്ഷൻ ബി ഡോക്ടർ S സോമനാഥ്, ഓപ്ഷൻ സി ഡോക്ടർ K ശിവൻ,
ഓപ്ഷൻ ഡി ഡോക്ടർ ജി മാധവൻ നായർ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ വി നാരായണനാണ്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഡോക്ടർ വി നാരായണനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. കണ്ടോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം വാരണാസി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. അടുത്ത ക്വസ്റ്റ്യൻ, പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര്? പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര്? ഓപ്ഷൻ എ മലയോര മേഖലകളിലെ ദുരിതബാധിതർ, ഓപ്ഷൻ ബി മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങൾ, ഓപ്ഷൻ സി വയോജനങ്ങൾ, ഓപ്ഷൻ ഡി ഭിന്നശേഷിക്കാർ. ഓപ്ഷൻ എ മലയോര മേഖലകളിലെ ദുരിതബാധിതർ, ഓപ്ഷൻ ബി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ, ഓപ്ഷൻ സി വയോജനങ്ങൾ, ഓപ്ഷൻ ഡി ഭിന്നശേഷിക്കാർ. പുനർഗേഹം പദ്ധതി ആരാണ്? ഓപ്ഷൻ ബി മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങളാണ് ആൻസർ. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഓപ്ഷൻ എ സൗദി അറേബ്യ, ഓപ്ഷൻ ബി കാനഡ, ഓപ്ഷൻ സി ബ്രിട്ടൻ, ഓപ്ഷൻ ഡി ചൈന. 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഓപ്ഷൻ എ സൗദി അറേബ്യ, ബി കാനഡ, ഓപ്ഷൻ സി ബ്രിട്ടൻ, ഓപ്ഷൻ ഡി ചൈന. ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ സൗദി അറേബ്യ ആണ് ആൻസർ. ഓപ്ഷൻ എ സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ, കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ നഗരവാസികൾക്ക് തൊഴിലവസരം നൽകുന്ന പദ്ധതി, ഓപ്ഷൻ ബി സർക്കാർ സ്കൂളുകളുടെ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി, കേരളത്തിന്റെ വ്യവസായ മേഖലകൾക്കായുള്ള വികസന പദ്ധതി, ഓപ്ഷൻ ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി. കെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. 2024 ജാനുവരി 1 നിലവിൽ വന്നിട്ടുള്ള പദ്ധതിയാണ് ഇത്, കെ സ്മാർട്ട്. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? നഗരവാസികൾക്ക് തൊഴിലവസരം നൽകുന്നതാണോ? സർക്കാർ സ്കൂളുകളുടെ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതാണോ? കേരള വ്യവസായ മേഖലകൾക്കായുള്ള വികസനത്തിന് വേണ്ടിയിട്ടാണോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. കെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. 2024 ജാനുവരി 1 ഈ പദ്ധതി നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്? ഓപ്ഷൻ എ ഐമനം, ഓപ്ഷൻ ബി ആനൂർ, ഓപ്ഷൻ സി ഇരവിപ്പേരൂർ, ഓപ്ഷൻ ഡി പുല്ലമ്പാറ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്? ഐമനം, ആനൂര്, ഇരവിപ്പേരൂർ, പുല്ലമ്പാറ. ഏതാണ്? പുല്ലമ്പാറയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ് ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. എന്നാണ് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്? ഈ അടുത്താണ്, 2025 ഓഗസ്റ്റ് 21. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ നിയോജക മണ്ഡലം തളിപ്പറമ്പ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനം കേരളം. നിയോജക മണ്ഡലം ചോദിച്ചാൽ തളിപ്പറമ്പ്, പഞ്ചായത്ത് പുല്ലമ്പാറ. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം?
ഓപ്ഷൻ എ ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങൾക്ക് മുകളിലൂടെ ബഹിരാകാശ യാത്രികരെ നേരിട്ട് കൊണ്ടുപോകുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. ഓപ്ഷൻ ബി മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത്. വാട്സപ്പിലൂടെയും മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൂടെയും ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി ലക്ഷ്യമിടുന്നു. ഓപ്ഷൻ ഡി ഇന്ത്യൻ പൗരന്മാർക്ക് അന്താരാഷ്ട്ര യാത്രകൾ ആധുനികവൽക്കരിക്കുന്നതിന് ലക്ഷ്യമിടുന്നു. എന്തിനു വേണ്ടിയിട്ടാണോ ഓപ്പറേഷൻ ബ്രഹ്മ? ആൻസർ ഓപ്ഷൻ ബി മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. അടുത്ത ക്വസ്റ്റ്യൻ 2025 മാർച്ചിൽ അന്തരിച്ച വാൽഗിൽമാർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഓപ്ഷൻ എ സാഹിത്യം, ഓപ്ഷൻ ബി ശാസ്ത്രരംഗം, ഓപ്ഷൻ സി ചലച്ചിത്രരംഗം, ഓപ്ഷൻ ഡി പത്രപ്രവർത്തനം. 2025 മാർച്ചിൽ അന്തരിച്ച വാൽഗിൽമാർ ഏത് മേഖലയിലാണ് പ്രശസ്തൻ? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ചലച്ചിത്രരംഗമാണ്. അപ്പോൾ അമേരിക്കൻ ആക്ടറാണ് ആര്? വാൽഗിൽമാർ. വാൽഗിൽമാർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ചലച്ചിത്രരംഗം. അടുത്ത ക്വസ്റ്റ്യൻ 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ എ അശോകൻ ചരുവിൽ, ഓപ്ഷൻ ബി MK സാനു, ഓപ്ഷൻ സി NS മാധവൻ, ഓപ്ഷൻ ഡി സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചരുവിലിനാണോ, MK സാനുവിനാണോ, NS മാധവിനാണോ, സാറ ജോസഫിനാണോ? ഓപ്ഷൻ ഡി സാറ ജോസഫ്. ആർക്കാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? 2024 സാറ ജോസഫിന്. 2025 മാർച്ചിൽ അന്തരിച്ച വാൽഗിൽമാർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ചലച്ചിത്രരംഗം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. അടുത്ത ക്വസ്റ്റ്യൻ വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ബി ഒഡീഷ, സി കേരളം, ഡി തമിഴ്നാട്. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണോ, ഒഡീഷയാണോ, കേരളമാണോ, തമിഴ്നാടാണോ? ആൻസർ ഓപ്ഷൻ ബി ഒഡീഷയാണ്. ഒഡീഷയിലാണ് വനിതകൾക്കായിട്ട് സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്? ഓപ്ഷൻ എ വിഴിഞ്ഞം, ഓപ്ഷൻ ബി ശാസ്താംപാറ, ഓപ്ഷൻ സി ഇടമലക്കുടി, ഓപ്ഷൻ ഡി അരുവിക്കര. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് വിഴിഞ്ഞം, ശാസ്താംപാറ, ഇടമലക്കുടി, അരുവിക്കര. എവിടെയാണ്? ശാസ്താംപാറയിലാണ് വരുന്നത്. ശാസ്താംപാറയിലാണ് വരുന്നത്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ. അടുത്ത ക്വസ്റ്റ്യൻ 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ഓപ്ഷൻ എ കോവിഡ് വാക്സിൻ, ഓപ്ഷൻ ബി ഇലക്ട്രോഫൈൽ, ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്, ഓപ്ഷൻ ഡി ന്യൂക്ലിയോഫൈൽ. 2024 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്. ആൻസർ ക്വാണ്ടം ഡോട്ട്. ക്വാണ്ടം ഡോട്ടിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ആർക്കൊക്കെയാണ് 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്? ആ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ജി സതീഷ് റെഡ്ഡി, ഓപ്ഷൻ ബി എസ് ക്രിസ്റ്റഫർ, ഓപ്ഷൻ സി എം നടരാജൻ, ഓപ്ഷൻ ഡി ഡോക്ടർ സമീർ വി കാമത്ത്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ജി സതീഷ് റെഡ്ഡി, എസ് ക്രിസ്റ്റഫർ, എം നടരാജൻ, ഡോക്ടർ സമീർ വി കാമത്ത്. ആരാണ്? ഡോക്ടർ സമീർ വി കാമത്ത്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആണ് ഡോക്ടർ സമീർ വി കാമത്ത്.
അടുത്ത ക്വസ്റ്റ്യൻ, ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന്? ഓപ്ഷൻ എ ജൂൺ 5, ഓപ്ഷൻ ബി മെയ് 22, ഓപ്ഷൻ സി ജൂലൈ 28, ഓപ്ഷൻ ഡി ജൂൺ 1. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂൺ 5 ആണോ, മെയ് 22 ആണോ, ജൂലൈ 28 ആണോ, ജൂൺ 1 ആണോ? എന്നാണ് ഓപ്ഷൻ സി ജൂലൈ 28. ആൻസർ ഓപ്ഷൻ സി ജൂലൈ 28 ആണ്. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. അടുത്ത ക്വസ്റ്റ്യൻ, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ എ തേൻ അമൃത്, ഓപ്ഷൻ ബി മിഠായി, ഓപ്ഷൻ സി ഹൃത്യം, ഓപ്ഷൻ ഡി ആർദ്രം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? തേൻ അമൃതാണോ, മിഠായി ആണോ, ഹൃത്യമാണോ, ആർദ്രമാണോ? ആൻസർ ഓപ്ഷൻ ബി മിഠായാണ്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏത്? ഓപ്ഷൻ എ ട്രിപ്പനോസോമ ഗാംബിയൻസ്, ഓപ്ഷൻ ബി പ്ലാസ്മോഡിയം ഫാൽസിപാരം, ഓപ്ഷൻ സി നെഗ്ലേരിയ ഫൗലേരി, ഓപ്ഷൻ ഡി വാരിസെല്ല സോസ്റ്റർ. ഏതാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി? ഓപ്ഷൻ സി നെഗ്ലേരിയ ഫൗലേരി ആണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാവുന്നത്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാവുന്ന രോഗകാരി നെഗ്ലേരിയ ഫൗലേരി. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ സെക്ഷനിൽ. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യയ്ക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ഓപ്ഷൻ എ ആശാധാര, ഓപ്ഷൻ ബി അനുയാത്ര, ഓപ്ഷൻ സി ശ്രുതി തരംഗം, ഓപ്ഷൻ ഡി ആരോഗ്യ കിരണം. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യയ്ക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച പദ്ധതി ഏത്? ആശാധാര, അനുയാത്ര, ശ്രുതി തരംഗം, ആരോഗ്യ കിരണം. ഏത് പദ്ധതിക്കാണ് ഈ അവാർഡ് ലഭിച്ചേക്കുന്നത്? ഓപ്ഷൻ എ ആശാധാരയാണ് ആൻസർ. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യയ്ക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച ആരോഗ്യ പദ്ധതി ആശാധാരയാണ്. അപ്പോൾ പാർട്ട് 2 നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ്? 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകര. നിയമസഭാ മണ്ഡലം കോവളമാണ്. അടുത്തത്, 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റാണ് JD വാൻസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം വാരണാസി. നരേന്ദ്രമോദിയുടെ മണ്ഡലം വാരണാസിയാണ്. വയനാട് ആരാണ്? പ്രിയങ്ക ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെയാണ് റായ്ബറേലി. ഗാന്ധിനഗർ ആരുടെയാണ്? അമിത് ഷായുടെയാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഡോക്ടർ വി നാരായണനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. അടുത്തത്, പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? സൗദി അറേബ്യ. K-സ്മാർട്ട് പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ്. 2024 ജാനുവരി 1 K-സ്മാർട്ട് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ.
നിയോജക മണ്ഡലം ചോദിച്ചാൽ തളിപ്പറമ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാണ് കേരളം. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് 2025 ഓഗസ്റ്റ് 21-നാണ്. മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ ബ്രഹ്മ. വാൽ കിൽമർ ഏത് മേഖലയിലാണ് പ്രശസ്തൻ? അമേരിക്കൻ ആക്ടറാണ്. അപ്പോൾ ചലച്ചിത്ര രംഗമായിട്ട് ബന്ധപ്പെട്ട ആളാണ് വാൽ കിൽമർ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിന്. വനിതകൾക്കായിട്ടുള്ള സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസ്റ്റ് അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംബാറ. 2024 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ക്വാണ്ടം ഡോട്ട്. ഡോക്ടർ സമീർ വി കാമത്താണ് DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ് ജൂലൈ 28. മിഠായി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ്. നെയ്ഗ്ലേരിയ ഫൗലേരിയ ആണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യയ്ക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച ആരോഗ്യ പദ്ധതിയാണ് ആശാധാര. താങ്ക് യു.